എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. കാമ്യക വനത്തിൽ പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണനും പാഞ്ചാലന്മാരും യാദവന്മാരും ഒക്കെ വന്നു ചേർന്നിരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരെയും ആശ്വസിപ്പിച്ച് കൗരവന്മാരെ ഉന്മൂലനം ചെയ്യും എന്ന് ശ്രീകൃഷ്ണൻ ഉഗ്രമായ പ്രതിജ്ഞയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് അതിനിടയിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ചൂതുകളിയിൽ ചതിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ദ്വാരകയിൽ ഇല്ലാതെ പോയി, അതാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത് എന്ന് പറയുന്നു. ഭഗവാൻ പറഞ്ഞു, ഇക്കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ചൂതുകളിയിൽ ധൃതരാഷ്ട്രരോ അല്ലെങ്കിൽ ഭീഷ്മരോ ശകുനിയോ ദുര്യോധനനോ ഒന്നും എന്നെ വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവിടെ കടന്നു വരുമായിരുന്നു. എന്നിട്ട് ചൂതിൻ്റെ ദോഷങ്ങൾ ഓരോന്നായി ഞാൻ ധൃതരാഷ്ട്രരെയും ദുര്യോധനനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമായിരുന്നു. അഥവാ അവർക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് അത് തടയുമായിരുന്നു. പണ്ട് വീരസേനപുത്രനായ നളനും മറ്റും രാജ്യഭ്രഷ്ടനായി തീർന്നത് ഈ ചൂതുകളിയിൽ തോറ്റിട്ടാണ്. അതെനിക്കറിയാം, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കുമായിരുന്നു. സ്ത്രീ, ചൂത്, നായാട്ട്, അതുപോലെ പാനം, അതായത് മദ്യപാനം, ഈ 4 കാര്യങ്ങളെയാണ് രാജാക്കന്മാർക്ക് ദുഃഖചതുഷ്ടയം എന്ന് പറയുന്നത്. 4 തരം ദുഃഖങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ചൂതുകളി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ധനികനായ രാജാവിനെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കുന്ന ഒരു കളിയാണ് ചൂതുകളി. അത് കളിക്കുന്നത് ഞാൻ തടയുമായിരുന്നു. മധുരമായി പറഞ്ഞത് അവർ കേൾക്കുന്നില്ലെങ്കിൽ, അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ബലമായിട്ട് തന്നെ ആ ചൂതുകളി തടയുമായിരുന്നു. എന്നിട്ടും അത് നടക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഒറ്റക്ക് തന്നെ എല്ലാവരെയും ഞാൻ കൊന്നുകളയുമായിരുന്നു. അത്രയും ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ദ്വാരകയിൽ ഇല്ലാതെ പോയല്ലോ. എന്നിട്ടിപ്പോൾ നിങ്ങളെ ഈ വിഷമസന്ധിയിൽ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്നും ഭഗവാൻ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങ് ഈ സമയത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു? എന്താണ് അങ്ങ് ദ്വാരകയിൽ ഇല്ലാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അന്ന് രാജസൂയ യാഗത്തിൽ വെച്ച് ഞാൻ ശിശുപാലനെ വധിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ആ ശിശുപാലനെ വധിച്ചതിൽ രോഷം പൂണ്ട ശാല്വൻ എന്ന് പറയുന്ന രാജാവ് ദ്വാരകയെ ആ സമയത്ത് ആക്രമിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. ആ സമയത്ത് ഇവൻ കാമകമായ സൗഭം എന്നു പേരുള്ള ഒരു വിമാനത്തിൽ, ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ കയറിയാണ് അവൻ വന്നത്. നിരവധി ബാലന്മാരെ അവൻ അവിടെ വധിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ ദ്വാരകാപുരിയുടെ നിരവധി പുരങ്ങളും നിരവധി ഉദ്യാനങ്ങളും അവൻ തകർത്തു. അവൻ വരുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എവിടെ ആ വൃഷ്ണികുലാധമൻ, എവിടെ വാസുദേവൻ, ഇവിടെ ആ മന്ദബുദ്ധി, ആ യുദ്ധപ്രേമിയുടെ അഹങ്കാരം ഞാൻ ഇന്ന് തന്നെ ശമിപ്പിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും അടുത്ത ആളായ ശിശുപാലനെ അവൻ കൊന്നു. ആ ശിശുപാലൻ ബാലനായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു, ചെറുപ്പക്കാരനാണ്. അവൻ എൻ്റെ സഹോദരനുമാണ്, രാജാവുമാണ്. അതുപോലെ അവനെ കൊന്നത് യുദ്ധഭൂമിയിൽ വെച്ചായിരുന്നില്ല, ഒരു യാഗശാലയിൽ വെച്ചായിരുന്നു. അതും തെറ്റായി പോയി. അതുകൊണ്ട് അവൻ്റെ വധത്തിന് ഞാൻ പ്രതികാരം ചെയ്യാതെ മടങ്ങുകയില്ല. ഈ വാസുദേവനെ കൊല്ലാതെ ഞാൻ ഇവിടെ തിരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദ്വാരകയെ കയറി ആക്രമിക്കുകയായിരുന്നു. ദ്വാരക പൊതുവെ തന്നെ വളരെയധികം സുരക്ഷിതമാണ്. നിരവധി സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു ദ്വീപിലാണ് ഈ ദ്വാരക പണി കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ ആ സമയത്ത് ഉണ്ടാക്കിയ പ്രത്യേകമായ സന്നാഹങ്ങൾ പറയുകയാണ്. യുദ്ധ സമയത്ത് ഒരു രാജ്യം ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ പറയുകയാണ്. മഹാഭാരതത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യുദ്ധസന്നാഹങ്ങളും പ്രതിരോധങ്ങളും എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ദ്വാരകയിൽ ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭഗവാൻ പറയുന്നു, സോപശല്യപ്രതോളീക സാട്ടാട്ടാലക ഗോപുര സചക്രഗ്രഹിണീ ജൈവ സ്വൽക്കാലാതാവബോധിക. ആ ദ്വാരകയിൽ സോപശല്യപ്രതോളീക, വീഥികളിലൊക്കെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആണികൾ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. ശത്രു സൈന്യങ്ങൾ അതിൽ പെട്ട് മുറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇരുമ്പ് മുള്ളുകൾ സ്ഥാപിച്ച വീഥികൾ. അട്ടാളികമാർ, അതായത് ഈ വലിയ വലിയ മാളികകളിലും ഗോപുരങ്ങളിലും അന്നസംഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് യുദ്ധകാലത്ത് ക്ഷാമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ആഹാര സാമഗ്രികൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്. സചക്ര സഹുട സയന്ത്രഖനക തഥ. വേണമെങ്കിൽ തുരങ്കം നിർമ്മിച്ച് ഭൂമിക്കടിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുരങ്കമുണ്ടാക്കുന്ന യന്ത്രങ്ങൾ, ഇന്നത്തെ JCB പോലെയുള്ള യന്ത്രങ്ങളൊക്കെ ആണ് എന്ന് തോന്നും കേട്ടാലും. അതിൽ അന്നത്തെ രീതിയിലുള്ള ചില യന്ത്രങ്ങൾ
കുഴിക്കാൻ വേണ്ടിയിട്ടും തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുമുള്ള യന്ത്രസന്നാഹങ്ങളും ഉണ്ടായിരുന്നു. ചർമ്മം കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ പാത്രങ്ങളിൽ അവിടെയായിട്ട് പലതരം ആയുധങ്ങൾ, ശസ്ത്രങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഏത് സമയത്തും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ആയുധങ്ങൾ തോമരം, അങ്കുശം, ശതഘ്നി, ലാംഗലം, ഭുഷുണ്ടി, അശ്മകുടക മുതലായ ആയുധങ്ങൾ. ഏതൊക്കെയാണിത്? തോമരം എന്ന് വെച്ചാൽ സശല്യദണ്ഡം എന്നാണ്. അതായത് മുൾവടി, വലിയ വണ്ണമുള്ള വടിയിൽ മുള്ള് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരടിക്ക് തന്നെ ആൾ തീർന്നു പോകും. അങ്ങനെയുള്ള തോമരങ്ങൾ. അങ്കുശം തോട്ടിയാണ്. ശതഘ്നി എന്ന് പറയുന്നത് ശതം ഹന്തീതി ശതഘ്നി എന്നാണ്. 100 പേരെ ഒരുമിച്ച് ഒറ്റ അടിക്ക് കൊല്ലാൻ സാധിക്കുന്ന പീരങ്കി പോലെയുള്ള തീ തുപ്പുന്ന ഒരു തരം സാധനമായിരിക്കണം ഈ ശതഘ്നി എന്ന് പറയുന്നത്. ലാംഗലം എന്ന് വെച്ചാൽ കലപ്പയാണ്. ഭുഷുണ്ടി എന്ന് പറയുന്നത് ഒരു തരം തോക്കാണ്. ശുണ്ഠം എന്ന് വെച്ചാൽ ആനയുടെ തുമ്പിക്കൈ, ഈ ശുണ്ഠം ആനയുടെ തുമ്പിക്കൈക്ക് ശുണ്ഠം എന്ന് പറയും. അതുപോലെ നീണ്ട കുഴലുകളോട് കൂടിയിട്ട് ഭും എന്ന ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടുന്ന സാധനമാണ് ഈ ഭുഷുണ്ടി എന്ന് പറയുന്ന ആയുധം. പിന്നെ അശ്മകുടക ശിലാഗോളമാണ്. നല്ല ചെത്തിമിനുക്കി ഉണ്ടാക്കിയ വലിയ കല്ലുകൊണ്ടുള്ള ഗോളം. അത് ഉരുട്ടി വിടുന്നതിലൂടെ ശത്രുക്കളെയും സൈന്യത്തെയും കുതിരകളെയും ആനകളെയൊക്കെ കൊല്ലാൻ സാധിക്കുന്നതായ ഈ അശ്മകുടക എന്ന് പറയുന്ന ആയുധം. പിന്നെ പരശു, മഴുക്കൾ, ലോഹപരിച, സാഗ്നി, സകുളശൃംഗിക, തീ തൂപ്പുന്ന യന്ത്രങ്ങൾ, ഈ ടാങ്കുകളെ പോലെയുള്ള അതിൻ്റെ പ്രാകൃത രൂപങ്ങൾ, തോക്കിൻ്റെയൊക്കെ പ്രാകൃത രൂപം, ടാങ്കുകളുടെയും പീരങ്കികളുടെയും ഒരു പ്രാകൃത രൂപങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ തന്നെ. യന്ത്രസാമഗ്രികളായിരുന്നു അതൊക്കെ തന്നെ. അങ്ങനെയുള്ള പിന്നെ സചക്രഗ്രഹണി, സൈന്യങ്ങളെ അവിടെ വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ, ധാരാളം രഥങ്ങൾ, ഇതൊക്കെ തന്നെ കൊണ്ടു നടക്കാനും ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗദൻ, സാമ്പൻ, ഉദ്ധവർ എന്നീ പോരാളികൾ സൈനിക സന്നാഹവുമായിട്ട് മധ്യഗുൽമത്തിൽ അവരൊക്കെ തന്നെ അതിന് കാവലായിട്ട് നിൽക്കുകയാണ്. അത്രയധികം സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമേ ചില തന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിച്ചതായിട്ട് പറയുന്നു. എന്താണ്? ആഘോഷിതം ച നഗരേ ന പാദവ്യാ സുരേതിച്ച പ്രമാദം പരിരക്ഷദ്ഭി ഉഗ്രസേനോദ്ധവാദിഭി. വളരെ നല്ലൊരു നയമാണ് അവർ കൈക്കൊണ്ടത്. എന്താണ്? ആഘോഷിതം, ആ ദ്വാരകാപുരിയിലെ ആഗമനം അവരെന്ത് ചെയ്തു? വിളംബരം ചെയ്യുകയാണ്, അനൗൺസ് ചെയ്യുകയാണെന്ത്? ഇനി മുതൽ യുദ്ധം തീർന്നവർ ആരും മദ്യപാനം ചെയ്യാൻ പാടില്ല, മദ്യനിരോധനം ഏർപ്പെടുത്തി. എന്തുകൊണ്ട്? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും, പ്രമാദമുണ്ടാകും. അശ്രദ്ധമായിട്ട് നടക്കുന്ന സമയത്താണ് ശത്രുക്കൾ ചാടിക്കയറി യുദ്ധം ചെയ്യുക എന്നുള്ളതും, ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് ശത്രുപക്ഷത്തേക്ക് ചേരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭ്രമിച്ചു പോകാനോ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും അവർ ദുർബലരാകും എന്നുള്ളത് കൊണ്ടും അവിടെ പൂർണ്ണമായ മദ്യനിരോധനം ഏർപ്പാടാക്കി എന്നാണ് പറയുന്നത്. എത്ര തന്ത്രപൂർവ്വമാണ് അവർ യുദ്ധത്തെ നേരിടുന്നത് നോക്കൂ. ഏത് നാടിനും അതൊരു മാതൃകയാണ്. വേറെയും കാര്യങ്ങൾ ചെയ്തു. ആനർത്താശ്ച തഥാ സർവേ നടാ നർത്തകഗായകാഹ ബഹിർനിർവാസിതാഹ ക്ഷിപ്രം രക്ഷദ്ഭിർ വിത്തസഞ്ചയം. ആ അനർത്ഥദേശത്തുണ്ടായിരുന്ന എല്ലാ നടന്മാരെയും നർത്തകന്മാരെയും ഗായകന്മാരെയും ആട്ടിപ്പുറത്താക്കി. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഈ ദ്വാരകാവാസികൾ പാട്ട് കേട്ടും നൃത്തം കണ്ടിട്ടും നാടകം കണ്ടിട്ടും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കാശ് ചെലവഴിക്കും. അങ്ങനെ നാട്ടിലുള്ള കാശൊക്കെ അനാവശ്യമായിട്ട് ചെലവഴിച്ചു പോകും. യുദ്ധസമയത്ത് ധാരാളം ധനം സംഭരിച്ച് വയ്ക്കേണ്ടതുണ്ട്, രക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ നടന്മാരോടും ഗായകന്മാരോടും നർത്തകന്മാരോടും പറഞ്ഞു, കുറച്ച് കാലത്തേക്ക് നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഇതൊക്കെ ചെയ്തോളൂ, ഇവിടെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുകയാണ്. ഇതൊക്കെ തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് പലതരം നടപടിക്രമങ്ങൾ രാജാവിന് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇതൊക്കെ ഉഗ്രസേനനും ഉദ്ധവരും ചേർന്നാണ് ഈ നയസ്വരൂപം ഉണ്ടാക്കി, നയത്തെ സ്വരൂപിച്ചത് എന്നും പറയുന്നു. അങ്ങനെ ഈ ദ്വാരകാപുരി ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഉണ്ടായിരുന്നത്. പാലങ്ങളൊക്കെ ആ ദ്വീപിൽ ആയതുകൊണ്ട് കരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ പാലങ്ങളൊക്കെ അവർ തകർത്ത് കളഞ്ഞു, ശത്രുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്ന തോണികളും നിരോധിച്ചു. തോണി യാത്ര ഇനി വേണ്ട, കാരണം ശത്രുക്കൾ തോണി വഴി വരാൻ സാധ്യതയുണ്ട്. ധാരാളം പരിഖങ്ങൾ, കിടങ്ങുകൾ തീർത്തു, ഗുൽമങ്ങൾ, മതിലുകൾ തീർത്തു. മുമ്പേ തന്നെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെയാണ് പുതുതായിട്ടും അവർ ഈ യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചത് എന്നാണ് ഇവിടെ പറയുന്നു ഭഗവാൻ. പ്രകൃത്യാ വിഷമം ദുർഗം പ്രകൃത്യാച സുരക്ഷിതം പ്രകൃത്യാചായുധോപേതം വിശേഷേണ തദാനഘ. സ്വതവേ തന്നെ അവിടെ ധാരാളം സുരക്ഷാ സന്നാഹങ്ങളുണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു, കിടങ്ങുകളുണ്ടായിരുന്നു, ആയുധങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്, വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ അവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ആമുദ്രോഭിനിര്യാതി എന്നുവെച്ചാൽ ആമുദ്ര പ്രവേശ്യതേ കൃഷ്ണ്യന്ധകപുരേ രാജൻ തഥാ സൗഭസമാഗമേ. അല്ലയോ രാജാവേ, ഈ സൗഭൻ വരുന്ന സമയത്ത്
ഈ ദ്വാരകയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനും അകത്തു നിന്ന് പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ട് രാജാവിൻ്റെ മുദ്ര ഉള്ള ചില ചിഹ്നങ്ങൾ, ചില ഐഡൻറ്റിറ്റി കാർഡ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. രാജമുദ്ര, രാജാവിൻ്റെ സീലോട് കൂടിയിട്ടുള്ള, ഇന്ന് നമ്മളെ കടലാസിലൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അന്ന് ലോഹത്തകിടിലൊക്കെ ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ രാജാവിൻ്റെ മുദ്രയോട് കൂടിയിട്ടുള്ള ഇദ്ദേഹം ദ്വാരകക്കകത്ത് ജീവിക്കുന്ന ആളാണ് എന്നുള്ളതിന് തെളിവായിട്ടുള്ള ഒരു തിരിച്ചറിയൽ കാർഡ് പോലെയുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി. ആ മുദ്രയില്ലാതെ പുറത്തേക്ക് പോകാനും അകത്തേക്ക് കടക്കാനും സാധിക്കുകയില്ലായിരുന്നു. ഇത്രയധികം ചാരന്മാരും മറ്റ് പലതരത്തിൽ ഏത് രീതിയിലും ഈ ദ്വാരകക്ക് സുരക്ഷാ ഭീഷണി വരും എന്ന് കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയ ആ സന്നാഹങ്ങളൊക്കെ തന്നെ ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തമായ ഒരു ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മഹാഭാരതം കേവലം കുരുപാണ്ഡവ കഥ മാത്രമല്ല, യുദ്ധകഥ മാത്രമല്ല, അതിൽ രാജ്യതന്ത്രമുണ്ട്, രാഷ്ട്രതന്ത്രമുണ്ട്, സാമ്പത്തിക തന്ത്രങ്ങളുണ്ട്, അതുപോലെ നിരവധി നീതി ശാസ്ത്രങ്ങളുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, ആധ്യാത്മിക ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ തന്നെ സഞ്ചയമാണ് മഹാഭാരതം. അതുകൊണ്ട് കേവലം കഥ കേൾക്കുക, കഥ പഠിക്കുക എന്നതിലുപരിയായിട്ട് മഹാഭാരതത്തെ നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ശാസ്ത്ര പദ്ധതിയായിട്ട് കൂടി നമ്മൾ കാണേണ്ടതാണ് എന്നും നമുക്ക് വഴികാട്ടിയുമായിരിക്കും. അങ്ങനെയുള്ള ആ ദ്വാരകയിൽ ഈ സൗഭം എന്ന ഇഷ്ടംപോലെ സഞ്ചരിക്കുന്നതായ വിമാനത്തേറിക്കൊണ്ട് ഈ ശാല്വൻ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ശക്തിയായ പ്രതിരോധത്തോട് കൂടിയിട്ട് യാദവ വീരന്മാരായിട്ടുള്ള ഗദൻ, സാമ്പൻ, അതുപോലെ ഭഗവാന്റെ മകനായ പ്രദ്യുമ്നൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായ രുക്മിണീപുത്രനായിട്ടുള്ള ചാരുദേഷ്ണൻ തുടങ്ങിയ യാദവ വീരന്മാരാണ് ശക്തമായിട്ട് പ്രതിരോധിക്കുന്നത്. ആ ഘോരമായ യുദ്ധത്തിൽ സാമ്പൻ ഈ ശാലുവിൻ്റെ കൂടെയുള്ള ക്ഷേമവൃദ്ധി എന്ന് പറയുന്ന അതിശക്തനായ രാജാവിനെ തോൽപ്പിച്ചു. വേഗവൻ എന്ന് പറയുന്ന മറ്റൊരു ആളിനെ അദ്ദേഹം വധിച്ചു. അതുപോലെ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മറ്റൊരു മകനാണ് പ്രദ്യുമ്നൻ്റെ അനുജനായിട്ടുള്ള ചാരുദേഷ്ണൻ. ആ ചാരുദേഷ്ണൻ വിവിന്ധ്യാസുരനെ വധിച്ചു. പ്രദ്യുമ്നൻ തൻ്റെ ജനങ്ങൾക്കും പുരവാസികൾക്കും സൈന്യത്തിനും ഓജസ് നൽകുന്ന രീതിയിൽ വളരെ ഓജസ്പൂർണമായിട്ടുള്ള വാക്കുകളിലൂടെ അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ സൗഭനെ ഞാൻ ഇന്ന് തന്നെ വധിക്കുന്നതാണ്, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിധീരമായിട്ട് ഈ ശാല്വനെ നേരിടുകയാണ്. പ്രദ്യുമ്നനും ശാല്വനും തമ്മിൽ അതിഘോരമായ യുദ്ധമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രദ്യുമ്നൻ്റെ യുദ്ധസന്നാഹം പറയുന്നത് അദ്ദേഹം മകരകേതുവാണ്. അദ്ദേഹത്തിൻ്റെ കൊടിയടയാളം മത്സ്യമാണ്. കാമദേവൻ്റെ മനുഷ്യാവതാരമാണ് ഈ പ്രദ്യുമ്നൻ. അതുകൊണ്ട് കാമദേവൻ്റെ കൊടിയടയാളം തന്നെയാണ് ഈ പ്രദ്യുമ്നൻ്റെയും കൊടിയടയാളം. സ്വർണ്ണരഥത്തിൽ കയറി ചട്ടയും പടച്ചട്ടയും അമ്പും വില്ലും വാളും അതുപോലെ ഈ അങ്കുലീത്രാണം, വിരലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൂടുന്നതായ ലോഹകവചമാണ് അങ്കുലീത്രാണം, കിരീടം മുതലായ കാര്യങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പ്രദ്യുമ്നൻ യുദ്ധസന്നദ്ധനായിട്ട് ശാല്വനെ നേരിടുന്ന ഘോരമായ യുദ്ധം. ആ ഘോരമായ യുദ്ധത്തിൽ പ്രദ്യുമ്നൻ ഒരു തവണ മോഹാലസ്യപ്പെട്ടു പോകുന്നു, ക്ഷീണിക്കുന്നു. സൂതൻ അദ്ദേഹത്തെ തിരിച്ച് ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നു. ബോധം വന്ന സമയത്ത് അദ്ദേഹം ഈ സൂതനെ ഒരുപാട് നിന്ദിച്ചുകൊണ്ട് പറയുന്നു, ഇത് ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല യുദ്ധത്തിൽ നിന്നും പലായനം, അങ്ങ് ഇത് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ഈ ശാല്വനുമായിട്ട് ഘോരമായ യുദ്ധം ചെയ്ത് ശാല്വനെ കൊല്ലാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്. ബ്രഹ്മാസ്ത്രം വരെ പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം ഏറ്റ് ഈ ശാല്വൻ ക്ഷീണിച്ച് വീണ സമയത്ത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പരമാസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദേവന്മാരുടെ അശരീരി വാക്കുണ്ടായി, അങ്ങയുടെ അസ്ത്രം കൊണ്ട് ഇവനെ കൊല്ലാൻ സാധിക്കുകയില്ല, ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുമെന്നാണ് ഇവന് ബ്രഹ്മാവിൻ്റെ വരമുള്ളത്. അതുകൊണ്ട് ഇത്തരം ഘോരമായ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് അവിടെ ജീവജാലങ്ങൾക്ക് ഭയമുണ്ടാകുമെന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രദ്യുമ്നകുമാരൻ തൻ്റെ അസ്ത്രത്തെ പിൻവലിക്കുന്നു. ആ സമയത്താണ് ഭഗവാൻ പറയുന്നു, ശ്രീകൃഷ്ണനായ ഭഗവാൻ പറയുന്നു, ആ സമയത്താണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ദ്വാരക ഒരു തരത്തിലും ആഘോഷങ്ങളില്ലാതെ സന്തോഷമില്ലാതെ ശൂന്യമായിട്ടും ഭയന്നിട്ടും ശോകത്തോടു കൂടി ഇരിക്കുന്ന ആ ശാന്തമായ ഒരു ദ്വാരകയാണ് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ ശാല്വനെ നേരിടുന്നതായിട്ടുള്ള ഭാഗമാണ് പറയുന്നത്.